السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. വിശ്വാസിനിമാര സഹോദരന്മാര സഹോദരിമാര അല്ലാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കുന്നു ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബു സുബ്ഹാനഹു തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ്സിലെ 87ാമത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ കൂടെ ഒട്ടികയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തോ ഹിജ്റ 9ാമത്തെ വർഷത്തിൽ നടന്ന കൊറിയ സംഭവ ഇത്തിക്കറ് ഞങ്ങൾ ചൊന്നോപണ്ട വിഷയ അതിൽ പെട്ടത് ഇത്തിക്കറ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ തമീം ഗോത്രത്തങ്ങ മദീനത്തുക്ക് പണ്ടതും അങ്ങ് ഇസ്ലാം സ്വീകരിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഹുജറാത്തിലെ ഫസ്റ്റ് 5 ആയത്ത് നാസിലാക്കിയതും അതേപോലെ ഹാദിസത്തുൽ ഈല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാറിൽ നിന്ന് ഒരു തിങ്കൾ ബുട്ടു നിന്റേതായ സംഭവ അതുക്കുള്ള കാരണം എന്തിനെ ചൊല്ലതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതായത് ഇത്തിക്ക്. ഇനി ഇതേ ഹിജ്റ 9ാമത്തെ വർഷത്തിൽ നടന്നതായ ഒരു വിഷയം എന്തിനെ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോലു ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മരണപ്പെട്ടರೆ ഹിജ്റ 9ാമത്തെ വർഷത്തിലേക്ക് ചൊന്തു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യ ഒരു ഒന്നായിട്ടിക്ക്. ഞങ്ങൾ ഇതിക്ക് മുന്നിൽ ചൊന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 പെൺമക്കളുണ്ട്, 3 ആൺമക്കം 4 പെൺമക്ക. ആരല്ല? ഒന്ന് റുഖയ്യ, പിന്നൊന്നു സൈനബ്, പിന്നൊന്നു ഉമ്മു കുൽസും, പിന്നൊന്നു ഫാത്തിമ. ഇങ്ങനെ 4 പെൺമക്കൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന്. അതില് റുഖയ്യ റളിയല്ലാഹു അൻഹ ഹിജ്റ 2ാമത്തെ വർഷത്തിലേക്ക് മരണപ്പെടറി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്ർ യുദ്ധമായിട്ട് റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അതേപോലെ ഹിജ്റ 8ാമത്തെ വർഷത്തിലേക്ക് സൈനബ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഹിജ്റ 9ാമത്തെ വർഷത്തിലേക്ക് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ എന്താ ഹയാത്തിലിക്കരെ. പിന്നെ നബി മറിച്ചിട്ട് 6 തിങ്കൾ വിട്ടിട്ടേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടേ ചൊല്ലത് നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യ ഒന്നായിട്ടേക്ക്. റുഖയ്യ റളിയല്ലാഹു അൻഹറെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിട്ടേക്ക് എന്താ പറയുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിട്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുഖയ്യ റളിയല്ലാഹു അൻഹറെ മങ്ങിലാക്കി കൊടുക്കരെ. ആ റുഖയ്യ റളിയല്ലാഹു അൻഹ ഹിജ്റ 2ാമത്തെ വർഷത്തിൽ മരണപ്പെട്ടതിൽ പിന്നെ ഹിജ്റ 3ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നൊരു മോളു ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹറെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിട്ടേക്ക് മങ്ങിലാക്കി കൊടുക്കരെ. അങ്ങനെ ഉമ്മു കുൽസും ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2ാമത്തെ പെഞ്ഞായിട്ടേക്ക്. ഈ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു ഹിജ്റ 9ാമത്തെ വർഷത്തിലേക്ക് വഫാത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ മങ്ങിലായ ഒരാളേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അത് കേട്ടിക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് ദുന്നൂറൈൻ ചൊന്ത് അറിയപ്പെട്ടെ. ദുന്നൂറൈൻ 2 പ്രകാശമുള്ള ആല് ചൊന്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുകയുള്ള കാരണം എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മങ്ങിലേരോ. അപ്പൊ അതില് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ വഫാത്ത് അവിടെ ഈ ഹിജ്റ 9ാമത്തെ വർഷത്തിലേക്ക്. അങ്ങനെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സന്ദർഭത്തിൽ അയിമരെ മയ്യത്ത് കുളിപ്പാട്ടരെ അസ്മാ ബിൻത് ഉമൈസും അതേപോലെ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമി സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹറെ മയ്യത്ത് കുളിപ്പാട്ട്. ഇമാം ബുഖാരി റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസിൽ കാണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലറെ ഷഹിദ്ന ബിൻത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോലു മരണപ്പെട്ട സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ ഇന്ന. അങ്ങനെ മയ്യത്ത് മക്ബറക്ക് കൊമ്പന്നപ്പ, അതായത് ഖബർ എടുക്കുക വേണ്ടിയിട്ട് മക്ബറയുടെ കൊമന്നപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ അലൽ ഖബ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ അവിടെ തെച്ചി തിന്ത് അവിടെ മക്ബറയുടെ ഖബറിന്റെ മേലുള്ള
ഖബറിന്റെ സൈഡില് ഒരു ജാഗില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദെച്ചി തിന്ത് ഫറഅയ്തു ഐനൈഹി തദ്മആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നങ്ങ നോക്കിയ നബിര കണ്ണ് നനഞ്ഞു തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുൽപുട്ടോ ഇന്ത് ടൈത്തിക്കറ് അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലറി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും മനുഷ്യ അതേപോലെ റഹ്മത്തുള്ള ഒരാളായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ മൂലയിട്ടിക്കറ് മരണപ്പെട്ടു. നോക്കൊരു നബി ജീമത്തിലേക്കുമ്പത്തിಗೆ ടോട്ടൽ നബിയുടെ 7 മക്കളില് 6 മക്കൾ മരണപ്പെട്ടാർ, ഒരു മൂല് മാത്രം ഇട്ടിക്കറ് ബാക്കിയവർ. അപ്പൊ എത്ര കഷ്ടബന്തിക്കു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ബേജാറിലിക്കു ചൊല്ലത് നമുക്ക് ഇതിലെല്ലാം മനസ്സിലാക്കാൻ സാധ്യവും. ഒരു മനുഷ്യ അനുഭവിക്കുന്നതായി എല്ലാ കഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസത്തെ പെഞ്ഞായി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, നബിരെ ഹയാത്തിലേറ്റിക്കറ്. അതേപോലെ പിന്നൂർ പെഞ്ഞായി 2 പെഞ്ഞായി മരണപ്പെട്ടു, 6 മക്ക മരണപ്പെട്ടു. അതേപോലെ മൂത്താബ അബൂ ത്വാലിബ് പിർസത്തെ മൂത്താബ മരണപ്പെട്ടു. അങ്ങനെ ജീവനത്തിൽ വേണ്ടതായി എല്ലാ കഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ട് ചൊല്ലത് നബിരെ ജീവന പരിശോധിക്കുക ആർക്കും മനസ്സിലാക്കാൻ സാധ്യ അവർ ഒന്നേറ്റിക്കറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബുൽപുട്ടോ ഇന്ത്, അതായത് കണ്ണിൽ തന്നി വന്നു ഇന്ത്. ഫഖാല അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന സഹാബികളൊട്ടിക ഹൽ ഫീകും മിൻ അഹദിൻ ലം യുഖാരിഫുൽ ലൈല, നിങ്ങളുടെ കൂട്ടത്തില് ഇന്നലെ ജാവുക പെഞ്ഞയുമായിട്ട് ബന്ധപ്പെടാത്തങ്ങ ആരെങ്കിലും ഉള്ളാറാ, അതായത് പെഞ്ഞയൊട്ടിಗೆ ജിമാ ആക്കാത്തങ്ങ ഇന്നലെ ജാവുക ജിമാ ആക്കാത്തങ്ങ ആരെങ്കിലും ഉള്ളാറാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട്. അപ്പൊ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചൊന്തു അന നബിയെ നാനുല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഫഅൻസിൽ ഫീ ഖബറിഹാ, അങ്ങനെ ഉണ്ടായി നീ എന്താക്ക് ഖബറിന്റെ ഉൾഗ ഇലി. അങ്ങനെ ഖബറിന്റെ ഉൾഗ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇലിഞ്ഞിട്ട് ഫനസല ഫീ ഖബറിഹാ ഫഖബറഹാ, അങ്ങനെ ഇത്തിക്കറ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് ആ മയ്യത്തിരെ ദഫനാക്കരെ മയ്യത്തിരെ ഖബറിൽ ബെയ്ക്കിരെ ചൊല്ലത് നമുക്ക് ഈ ഹദീസിൽ കാണുക സാധ്യ അവർ ഒന്നിട്ടിക്കറ്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമല്ലോ ഒരു വിഷയ, ഒരു മയ്യത്തിരെ ഖബറിൽ ബെയ്ക്കുമ്പോ ശ്രദ്ധിക്കണായ 2-3 വിഷയ ഞങ്ങൾ മനസ്സിലാക്കി വെക്കണായി ഒന്നിട്ടിക്കറ്. അതായത് ഒരു മയ്യത്തിരെ ആറിട്ടിക്കണു ഖബറിൽ ബെയ്ക്കണായി. ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ, മയ്യത്ത് ആരായെങ്കിൽ വസീയത്താക്കി തിന്നിരെങ്കിൽ അങ്ങൈത്തിക്കണു ഒന്നാമത്തെ എന്തൊരു പ്രിഫറൻസ്. അതായത് ഒരു മയ്യത്ത് മരണപ്പെടുന്നേക്ക് മുന്നലു നന്റെ ഖബറിൽ വെക്കണായ ഇന്ന ആള് ചൊന്തു വസീയത്താക്കി തിന്നെങ്കിൽ അങ്ങൈത്തിക്കണു എന്താക്കണായ ഖബറിൽ വെക്കണായ. ഇനി ആ മയ്യത്ത് വസീയത്താക്കി തില്ലണ്ടായെങ്കിൽ മയ്യത്തിരെ എല്ലാ ತಂತಿಯಾರ മുട്ടത്തെ കുടുംബത്തങ്ങൈട്ടിക്കണു മയ്യത്തിരെ ഖബറിൽ വെക്കണായി. ഉദാഹരണക്ക് ഒന്ന മാപ്പിള അല്ലെങ്കിൽ മോണു അല്ലെങ്കിൽ അബ്ബ ഇങ്ങനെ മുട്ടത്തങ്ങൈട്ടിക്കണു വെക്കണായി. ഇനി ഒരാൾക്ക് ഒരു പെണ്ണിര മയ്യത്ത് ഖബറുൽಗ ബെയ്ക്കണുണ്ടായെങ്കിൽ മഹറമേ ബേനുണ്ടില്ല, മഹറം ഇന്നെങ്കിൽ ഹൈറൈറ്റിക്കറ്. മഹറമായ ഒരാൾക്ക് ബെയ്ക്കുക അവരുണ്ടായെങ്കിൽ അത് ഹൈറൈറ്റിക്കറ്. ഇനി ചിലപ്പോൾ ചില മഹറമായ ആൾമാർക്ക്, അതായത് പെഞ്ഞയിരെ മയ്യത്ത് മാപ്പിളായ ഒരാള് അല്ലെങ്കിൽ മോണായി അല്ലെ അബ്ബക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങ് ഇഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായി എന്താക്ക മഹറമേ ബേനുണ്ടില്ല, ബാരൻക്കും ഒരു പെണ്ണിരെ മയ്യത്തിരെ എന്താക്ക ഖബറിൽ ബെയ്ക്ക ചൊല്ലതുക്ക് ഒരു ഉദാഹരണം ഇട്ടിക്കറി ഈ ഹദീസ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കേട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്നലെ ജാവ് ബന്ധപ്പെടാത്ത ആരെ ഉള്ളാറ. അപ്പൊ അബൂ ത്വൽഹ ഇട്ടിക്കറി ചൊല്ലറേ നാനുല്ല. അപ്പൊ അബൂ ത്വൽഹ മഹറം അല്ല. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹ ഒಟ್ಟಿಗೆ ഇട്ടിക്കറി ചൊല്ലറേ ഇല്ലയോಗು. അപ്പൊ അങ്ങനെ നമുക്ക് എന്താക്ക മഹറമേ ആവുന്നുണ്ടെന്തില്ല ചൊല്ലത് നാം മനസ്സിലാക്കും. ഇനി ഇന്നലെ അതായത് മുനൽത്തണ്ട് ജാവുകു പെഞ്ഞയുമായിട്ട് ബന്ധപ്പെടാത്തങ്ങ ഇന്നുണ്ടായെങ്കിൽ അതേ ടിക്കർ ഹൈർ. ഇനി ആറുമില്ല, അങ്ങനെ ആറും ഇല്ലണ്ടായെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്താക്ക അങ്ങനെ ഖബറിൽ ഉൾകഴിഞ്ഞിട്ട് മയ്യത്ത് വെക്കുന്നതിൽ എന്തില്ല പ്രോബ്ലം ഇല്ല. മാത്രമാ മുനൽത്തണ്ട് ജാവുകു പെഞ്ഞയുമായിട്ട് ബന്ധപ്പെടാത്തങ്ങണ്ടായെങ്കിൽ അതേ ടിക്കർ എല്ലാ തന്റെ അഫ്ദൽ ചൊല്ലതും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത ഒരു കാര്യത്തിക്കർ. ഇനി ഇതേ ഹിജ്റ 9ാമത്തെ വർഷത്തിലെ ടിക്കർ നജ്ജാശി രാജാവുടെ മരണ സംഭവിക്കര്. നജ്ജാശി രാജാവ് ആറ് നമുക്ക് പിടിണ്ടു. നജ്ജാശി രാജാവ് ഹബിഷരെ രാജാവായിട്ടിക്കര്. അതായത് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് കൊറിയ സഹാബിമാർ മക്കത്തിലിക്കുമ്പത്തുകു ഹിജ്റ പോയി തിന്നാറ്. എവിടേക്ക്? ഹബ്സീനിയത്ത് അല്ലെ ഹബ്ഷക്ക്. ആ ഹബ്ഷരെ രാജാവായിട്ടിക്കറ നജ്ജാശി. നജ്ജാശി ചൊല്ലത് ബിലിപ്പേരൈത്തിക്കറ്, യഥാർത്ഥ പേരെന്തേ അസ്ഹമാട്ടൈത്തിക്കറ്. അയാള് മരണപ്പെട്ടേ ഈ ഹിജ്റ 9ാമത്തെ വർഷത്തിലേറ്റിക്കറ് ചൊല്ലതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും.
അതായത് ആ നജ്ജാശി രാജാവ് അയാൾ മുസ്ലിം ആയിട്ട് മാത്രം അയാൾ എന്താക്കിയിട്ടില്ല, പരസ്യാക്കിയിട്ടില്ല, അത് സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് ചൊല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. അത് എന്തൊക്കെ സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് ചൊല്ലത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഹദീസിലാവട്ടെ ചരിത്രത്തിലാവട്ടെ കാണാൻ സാധ്യമില്ല. മാത്രം അയാളുടെ ഇസ്ലാം സ്വീകരണ സീക്രട്ട് ആക്കി വെച്ചിട്ട് ചൊല്ലത്, അയാൾ ഒരു നല്ലൊരാള് ചൊല്ലത് നമുക്ക് അങ്ങനെ മനസ്സിലാവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതേറ്റിക്കറ് അല്ലെ, നജ്ജാശി രാജാവ് മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീറ മുഖാന്തര അല്ലാഹു സുബ്ഹാനഹു വ തആല അരിപ്പാട്ടി കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊട്ടി ಬಂತು ചൊന്തു, മാതൽ യൗമ അബ്ദുലില്ലാഹി സ്വാലിഹ്, അള്ളാഹുവിന്റെ അടിമയിട്ടുള്ള സ്വാലിഹായ ഒരാള് ഇണ്ട് മരണപ്പെട്ടിട്ട്, അതായത് അസ്ഹമ അയാൾ മരണപ്പെട്ടിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നേ സ്വാലിഹായ ആള് അള്ളാഹുവിന്റെ അടിമയായിട്ടുള്ള നല്ല ഒരാള് മരണപ്പെട്ടിട്ട് ചൊന്തയിട്ടിക്കര് ചൊല്ലു. അപ്പൊ അങ്ങനെ സബുലു അയാളുടെ ആ ഇസ്ലാം സ്വീകരണ രഹസ്യമാക്കി വെച്ചതില് നമുക്കെന്തും എന്താക്കുകയില്ല, ആക്ഷേപാക്കുകയില്ല. അതിൽ എന്തും അവർ ഹൈരിന്ത് കണ്ടിട്ട് അതേറ്റിക്കര് ആ വിഷയത്തെല്ലാം മനസ്സിലാക്കൂല. അപ്പൊ അയാൾ മരണപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചൊന്തു, അള്ളാഹുവിന്റെ അടിമയിട്ടുള്ള സ്വാലിഹായ അസ്ഹമ ഇണ്ട് മരണപ്പെട്ടിട്ട് ഫഖാമ, അങ്ങനെ അയാൾക്ക് വേണ്ടിട്ട് ഫഅമ്മന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നിന്നിട്ട് എന്താക്കിത്തു വസല്ല അലൈഹി, അയാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടായിട്ട് സഹാബികൾ ചൊല്ലറ്. അതായത് സ്വലാത്തുൽ ഗായിബ് മയ്യത്ത് എതിർലില്ലാണ്ട് നിസ്കരിക്കരേക്കിട്ട് സ്വലാത്തുൽ ഗായിബ് ചൊല്ലറ്. അപ്പൊ മയ്യത്ത് എതിർലില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റാർട്ട് നിസ്കരിച്ചിട്ട് ഈ നജ്ജാശി രാജാവുടെ മയ്യത്തിലേറ്റിക്കറി ചൊല്ലുന്ന മനസ്സിലാക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ പിന്നൊരു ഹദീസിൽ കാണ്ട് നആലിന്നാസി അൻ നജ്ജാശി ഫിൽ യൗമില്ലദി മാത ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി മരണപ്പെട്ടേ ആ ഒരു നാൾ രണ്ട് ആൾമാർഗല്ല അരിപ്പാട്ടിത്ത്, നജ്ജാശി രാജാവ് മരണപ്പെട്ടിട്ട് ചൊന്ത അരിപ്പാട്ടിത്ത്. ഫഖറജ ബിഹിം ഇലൽ മുസല്ല, അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുക വേണ്ടി മുസല്ലക്ക് പോയിട്ട് ചൊന്നെങ്കിൽ പള്ളിക്ക് പോയിട്ട് വകബ്ബറ അർബഅ തക്ബീറാത്ത്, അങ്ങനെ 4 തക്ബീറാത്ത് തൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടായിട്ട് ഹദീസിൽ കാണും. മയ്യത്ത് നിസ്കാര റുക്കു സുജൂദ് എന്തുമില്ല, കാലി 4 തക്ബീറിലായിട്ട് നിസ്കരിക്കുള്ളേ ചൊല്ലത് നമുക്ക് ഹദീസിൽ കാണും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഗൈബ് എന്താക്കിയിട്ട് അവിടെ വെച്ചിട്ട് നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ചിട്ട്. അപ്പൊ ഒരു മയ്യത്ത് എതിർലില്ലാണ്ട് നിസ്കരിക്കാമ ആ വിഷയത്തിൽ ഞങ്ങൾ ഇതുക്ക് മുന്നോളും എന്താക്കിറ ചൊന്നറ, ഇതുക്ക് മുന്നോളും ഞങ്ങൾ പലക്ക് പറഞ്ഞറ. അതായത് ഒരു അതിൽ ചമ്മ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉലമാക്കന്മാർ ചൊല്ലറും കുറെ ഉലമാക്കന്മാർ ചൊല്ല എന്തേ ഒരു റായത്തിൽ ആറും ആ മയ്യത്ത് നിസ്കരിക്കുക ഇല്ലാണ്ടായി മാത്ര പിന്നൊരു റായത്തിൽ മയ്യത്തില്ലാണ്ട് എന്താക്ക നിസ്കരിക്ക. അതല്ല കുറെ ഉലമാക്കന്മാർ ചൊല്ല എന്തേ മയ്യത്ത് ഒരു റായത്തിൽ മയ്യത്ത് നിസ്കരിച്ചെങ്കു പിന്നൊരു റായത്തിൽ നിസ്കരിക്കുന്നതിൽ എന്തില്ല മയ്യത്തില്ലാണ്ട് നിസ്കരിക്കുന്നതിൽ പ്രോബ്ലം ഇല്ലാണ്ടും ചൊന്നങ്ങുള്ളാർ. അത് കുറെ ഉലമാക്കന്മാർ ചൊല്ല എന്തേ വലിയ അറിയപ്പെട്ട് വലിയ ആലിമിറങ്ങ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിമാർ അങ്ങനത്തെ മരിച്ചിട്ടായെങ്കിൽ എന്താക്കുക നമുക്ക് എതിർല് മയ്യത്തില്ലെങ്കിലും നിസ്കരിക്ക അങ്ങനെ ചൊന്നുള്ളാർ. അത് അമ്രുൻ വാസിയായിട്ടിക്കറ് വിശാലമായ ഒരു വിഷയത്തിക്കറ്. മാത്രം മയ്യത്ത് ഇക്കുമ്പോ മയ്യത്തിന് എതിർലെ അങ്ങനെ നിസ്കരിക്കുകയെത്തിക്കു ശ്രദ്ധിക്കണായി. പിന്നെ എല്ലാവരും അങ്ങനെ ഇപ്പൊ റായത്തില് 6 മരണപ്പെട്ടാർ, അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മയ്യത്ത് നിസ്കാര ഗായിബായ നിസ്കരിക്കരുത്, അത് സമല്ല. എല്ലാവർക്കും അങ്ങനെ ആക്കരുത് സമല്ല. നല്ല ഗുർത്തത്തുലുള്ള അതേപോലെ ഞങ്ങളെ മുട്ടത്തെ ആൾമാറുണ്ടായി മാത്ര ആക്കൃതിക്ക് എല്ലാ തട്ടി ഹൈറായിട്ടുള്ളത് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കാനായ ഒരു വിഷയത്തിക്കർ. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിക്ക് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരാൾക്കും എന്താക്കിയത് ഇങ്ങനെ മയ്യത്ത് എതിർലില്ലാണ്ട് ഖബറവിടെ പോയിട്ട് നിസ്കരിച്ചതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും അല്ലേ. അവർക്ക് ഇതേപോലെ മയ്യത്ത് ദഫനാക്കിയൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് സഹാബികളോട് കേട്ടിട്ട്, അതായത് ഹദീസിൽ നമുക്ക് കണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസ് ആയിട്ടിക്കറ് അന്ന ഇംറഅത്തൻ സൗദാ, ഒരു കറുത്ത പെണ്ണ് കാനത്ത് തഖുമു അൽ മസ്ജിദ, അയിമ എന്താക്കി ഇന്ന് പള്ളി ക്ലീൻ ആക്കി ഇന്ന പെണിങ്ങ, പള്ളി ക്ലീൻ ആക്കി ഇന്ന ഒരു കറുത്ത പെണിങ്ങ. ഔ ഷാബൻ അല്ലെങ്കിൽ ഒരു ബാലക്കാര. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഡൗട്ട് ഉണ്ട്, പെണിങ്ങമ ആണിങ്ങമ ചൊല്ലുടെ വിഷയത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലറേ ഒരു പെണ്ണ അല്ലെ ഒരു ആണ ഒരു ആള് പള്ളി ക്ലീൻ ആക്കി ഇന്ന ഒരാള് അയാൾ എന്തായിട്ട് ഫഫഖദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസഅല അൻഹാ, അയാൾ എന്താക്കിയിട്ട് മരണപ്പെട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സഹാബിരങ്ങൾ മുട്ട പന്ത് കേട്ടിട്ട് അയാൾ എവിടെ പോയി കേട്ടിട്ട് ഫഖാലു അപ്പൊ സഹാബിരങ്ങൾ ചൊന്നാറ് അഫല കുന്തും സഹാബിരങ്ങൾ ചൊന്നാറ് നബിയെ അയാള് അല്ലെങ്കിൽ അയിമ മരണപ്പെട്ടിട്ട് ചൊന്തു അയിമര ഞങ്ങൾ ഖബറടിക്കുക ചൊന്തു ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അഫല കുന്തും ആദന്തുമൂനി ನಿಂಗ ನಂಡೆ ಒಂದು ಅರಿಪಾಟು ತೀರ್ಲ ಅಂತ ನಕ್ಕೊಂದು ನಿಂಗ ವಿಷಯ ಎತ್ತುಪಾಟು ತೀರ್ಲ ಅಂತ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕೇಕರು ಅಪ್ಪ ಸಹಾಬಿರಂಗ ಚೊಲ್ಲಾರು ಫಕಅನ್ನಹುಂ ಸಗ್ಗರು ಅಮ್ರಹ നബിയെ ಅಂದ್ರೆ വിഷയമുള്ള അർജന്റ് ആയി പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അറിപ്പാട്ടു ആയിട്ടില്ല പിന്നെ ഒരു ഹദീസിൽ കണ്ട് കരിഹിന നൂക്കിലൊക്കെ ലൈലൻ നബിയെ ജാവായ സബുಲು ಜಾವುಗು ನಿಂಗಲ ಒಂತರ ಬ್ಯಾಂಡ ಚೊಂತು ಬಿಯರ್ಚಿಟ್ಟೆ ತಿಕ್ಕರು ನಂಗ ಜಾವುಗೆ ದಫನ್ ಹಾಕಿಯ ಚೊಂತು ಸಹಾಬಿರಂಗ ಚೊಲ್ಲಾರು അതായത് നിങ്ങൾ വർഗം ഇന്നാറ് നിങ്ങളെ ಒಂತಗೂ ನಂಗೆ നിങ്ങളെ വർക്ക് ಬೆಡಕಾಕು ನಂಗೆ ಇಷ್ಟ ಇಟ್ಲ അങ്ങനെ ತಿಕ್ಕರು ನಂಗ ಅರಿಪಾಟ ಅಂತ ತೆಚ್ಚಿರಿ ಅದ್ರ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങൾ ചൊല്ലു ദുല്ലൂനി അലാ ഖബ്രിഹി ഫദല്ലൂഹു അപ്പൊ നക്ക് അയ്മരെ ഖബർ നിങ്ങൾ കാട്ടി തരും അങ്ങനെ സഹാബിരങ്ങൾ എന്താക്കിയാർ കാട്ടി കൊടുത്താർ ഫസല്ല അലൈഹ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് എന്താക്കിയിട്ട് അവിടെ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടായി ഹദീസിൽ കാണി ثم قال അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹാ ഖബർ ചൊല്றது മയ്യത്തുക്ക് ചിമ്മയുള്ള അല്ലെ ഭയങ്കര ചിമ്മയുള്ള ഒരു ജാഗ ಐತಿ ಅಂಧಕಾರವುಳ್ಳ ഒരു ಜಾಗ ಐತಿ ഖബർ ചൊല്றது وان الله عز وجل ينورها لهم بصلاه عليهم ആ ഖബർ ഇപ്പ ഈ മയ്യത്തുള്ള ഈ ഖബർക്ക് ഇപ്പ വെളിച്ച കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു തആല നന്റെ നിസ്കാര കാരണത്തിൽ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊല്றது നമുക്ക് കാണാൻ സാധ്യവും അപ്പൊ ഇങ്ങനെ സലാത്തുൽ ഗായിബ് നമുക്ക് എന്താക്കുക നിസ്കരിക്കുക മാത്രമായി ಯಾರ ಕ್ಲೋಸಿಂಗ್ ನಂಗೆ ಅಂಟಾയെങ്കിൽ അത് കേട്ടിക്കരുത് ನಂಗೆ ಯಾರು ഇതാക്കണായി അല്ലാണ്ട് എല്ലാവർക്കും അങ്ങനെ നിസ്കരിക്കരുത് അത് സമല്ല ചൊല്றது ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കും ഇനി ഇതേ ഹിജ്റ ഒലിമ്പാമത്തെ വർഷത്തിൽ നടന്നതായ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തബൂക്ക് യുദ്ധ ഗസ്വത്തു തബൂക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായ ഒരു സംഭവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് പോയിട്ട് യുദ്ധാക്കിയ യുദ്ധത്തിൽ ലാസ്റ്റ് യുദ്ധമായിട്ട് ഈ തബൂക്ക് യുദ്ധ മുഅ്ത യുദ്ധത്തെ ബാക്കി ഭാഗമായിട്ട് അതായത് നമുക്ക് പിടിയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമുര ഭാഗത്തേക്ക് അംബാസഡർ ആയിട്ട് എന്താക്കി തിന്നിട്ട് ഹാരിസ് റളിയല്ലാഹുവിനോട് കടത്തി തിന്ന് ഞങ്ങൾ ഇതുക്ക് മുന്നോൽ ചൊന്തിന്ന ഈ സംഭവം അല്ലെ ഹാരിസ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ കൊടുത്തിട്ട് ഇസ്ലാമിക്ക് ಬಿಲ್ಕಿಗೆ ಕಟ್ತೀರಿ ಮತ್ತೆ ರೋಮರ ರಾಜಾವ್ ಎಂದಾಕ್ಯ ಅವನು ಆ ಹಾರಿಸ ರಲಿಯಲ್ಲಾಹು കൊന്ന അപ്പൊ ಅದಕ್ಕೆ ബദല് തീർക്കുകയായിട്ട് ഹിജ്റ 8ാമത്തെ വർഷത്തിൽ മുഅ്ത യുദ്ധം നടന്നേ മുഅ്ത യുദ്ധത്തെ ഡീറ്റെയിൽ ഞങ്ങളെ ക്ലാസ്സിൽ 78ാമത്തെ ക്ലാസ്സിൽ ചൊന്നറ അല്ലെ മുഅ്ത യുദ്ധത്തിൽ സംഭവിച്ചിരുന്നേ ലാസ്റ്റ് ഖാലിദ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തങ്ങളെ ബച്ചവാക്കി കൊമണ്ടതായ ആ ഒരു സ്റ്റൈല് ആ ഒരു രീതി ಬಾರಿ ಅವರು ಅಂದ್ರೆ ഞങ്ങളെ മനസ്സിಗೆ അടിക്കരുതായതും അതേപോലെ അതിൽ കിട്ടിയ ഒരു ചമ്മത്തെ വിഷയ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതായ ഒന്നേറ്റിക്ക് അപ്പൊ ಇದರ ಅರ್ಥ ತೀರಾಂಟಾಗುತ್ತಿಗೂ ഈ റോമുരെ ഗസ്സാൻ രാജാവ് എന്താക്കുന്ന മദീനത്തിൽ വന്ന് നിങ്ങളെ ഞങ്ങൾ ബുടില്ല നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ആക്രമി ചൊന്തു അവനവിടെ ചൊന്നു ഇന്ന അതേപോലെ ഗസ്സാൻ രാജാവ് മദീനത്തെ അറ്റാക്ക് ബന്നവുള്ള ചൊന്തുള്ള ഒരു വിഷയ അവിടെ സ്പ്രെഡ് ആയി തിന്ത് അതല്ലേ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരെ ബുട്ടു നിക്കರೆ ಸಂಭವ ಚೊನ್ನಪ್ಪ അവിടെ ഒരു സംഭവം ഞങ്ങൾ ചൊന്തിന് ಅಂದ್ರೆ ഉമർ റളിയല്ലാഹു അൻഹുരെ ഔത്തുകൂറാലിങ്ങനെ ബായിൽ കൊട്ടി പണ്ട് അല്ലേ ബായിൽ കൊട്ടു അപ്പൊ ഉമർ റളിയല്ലാഹു ಬೇಗ ಬಾയിൽ തുറന്ന് കേൾക്കുಅಂದ್ರೆ ഗസ്സാൻ രാജാവ് ബന്നാണ ചൊന്ത ഇട്ടിക്കರು ചൊന്ന ആ ടൈമില് ഗസ്സാൻ രാജാവ് ബന്നോവുള്ള ചൊല്ല ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയി തിന്ത് അപ്പൊ ഉമർ റളിയല്ലാഹു ಬೇಗ കേൾക്കുറ് ഗസ്സാൻ രാജാവ് ബന്നാണ അപ്പൊ അയാൾ ചൊല്ലുற അല്ല അതിരക്കാണ് വെല്ലേതേറ്റിക്കറ് സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരിൽ നിന്ന് പെഞ്ഞൈമാരുടെ തലാഖാക്കി ചൊല്ല വിഷയത്തിക്കറോട് ചൊല്ലുറേ അപ്പൊ ഇങ്ങനത്തെ ആ ഒരു അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ മദീനത്തിൽ ഇന്ന് അങ്ങനെ ഇത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു സൈന്യത്തെ റെഡിയാക്കി എവിടേക്ക് തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കി എത്ര ആൾമാരെ 30,000 ആൾമാരെ ഇത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കി ഇത്തരത്തോലുള്ള യുദ്ധത്തില് ഇത്ര വലിയ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കി തിക്കാല് ചെന്നെങ്കിൽ മദീനത്തിലുള്ള ആൾമാരും മക്കത്തിലുള്ള ആൾമാരും അതേപോലെ മദീനത്തെ മക്കത്തിലെ ചുറ്റുഭാഗത്തിലുള്ള എല്ലാ ഗോത്രത്തങ്ങളും മുസ്ലിമിയായിട്ടുള്ള എല്ലാ ഗോത്രത്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് റെഡിയാവുക ചൊന്തിന്ത്
അങ്ങനെ തിക്കറ് 30,000 ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി റെഡിയാക്കി. തബൂക്ക് യുദ്ധത്തെ പിന്നൊരു പേര് തിക്കറ് ഗസ്വത്തുൽ ഉസ്റ. ഉസ്റ ചൊന്നിങ് എന്തിരെ കഷ്ടത്തെ യുദ്ധ തിക്കറ്. കാരണം ഈ തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭം എങ്ങനത്തെ സന്ദർഭം തിന്ത് ചൊന്നെങ്കിൽ ഇത് സമ്മർ ടൈം തിന്ത്, അതായത് ಬೇಸಿಗೆ ಕಾಲ ತಿಂತು. തബൂക്ക് യുദ്ധം ചൊല്ലുന്നത് ಬೇಸಿಗೆ കാലത്തിൽ നടന്ന നല്ല ചൂടിന്ന ഒരു കാലത്തിലേക്ക് ഈ യുദ്ധം നടക്കേ. ആൾമാരെല്ലാം ഔത്തുല് ദയിക്കുകയും അതേപോലെ ഏതേ ഒരു മരത്തെ തണല് ദയിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരു കാലയിട്ടിക്കറ് ആ ഒരു കാല അല്ലെ. നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഇന്നത്തെ ഈ സൗദി അറേബ്യയിലെ ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നതായ ചൂടേ എത്രമാ ഉണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്തെ ആ ഒരു ചൂട് മരുഭൂമിയല്ല ഇന്നേ എല്ലാം മരുഭൂമിയായിട്ടിന്ന ആ ഒരു കാല എങ്ങനത്തെ കാല അത് എത്ര ചൂടിಂತ ചൊന്തു നമുക്ക് ഊഹിക്കുക സാധ്യವರು ഒന്നേറ്റിക്കറ്. അത് മാത്രമല്ല തബൂക്ക് മദീനത്തെ 700 കിലോമീറ്റർ ദൂരമുള്ള ഒരു ജാഗയിട്ടിക്കറ്. മദീനത്തെ 700 കിലോമീറ്റർ ദൂരമുള്ള ഒരു ജാഗയിട്ടിക്കറ് തബൂക്ക് ചൊല്ലുற ಜಾಗ. ഉദാഹരണക്ക് ഊಡ್ರೆ ഞങ്ങൾ ഒരു ദുബായിക്ക് പോകേണ്ട എത്രയ്ക്കും ഇന്ന് ഞങ്ങൾ ഊಡ್ರೆ ദുബായിക്ക് പോകുമ്പോൾ ഒരു 10 ഗಂಟೆಲ್ എത്ര കാറിൽ പോണ്ടെങ്കിൽ അണ്ട് എന്തൊരു വണ്ടലും അതേപോലെ നടന്നിട്ടേറ്റിക്കറ് സഹാബിനങ്ങ യുദ്ധത്തിൽ ആ ഒരു എന്തൊരു കഷ്ടത്തിലുള്ള മരുഭൂമിയിലും ഗുഡ്ഡലെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചിട്ടേറ്റിക്കറ് അങ്ങ് പോകില്ലേ. അപ്പൊ അത് കേട്ടിക്കറ് ഗസ്വത്തുൽ ഉസ്റ. ഇതേ ഖുർആൻ സൂറത്തു തൗബൽ ഈ യുദ്ധത്തെ ഇട്ടിക്കറ് ഫി സാഅത്തിൽ ഉസ്റ ചൊന്തു ചൊಂದ್ರೆ ഫി സാഅത്തിൽ ഉസ്റ, അതായത് കഷ്ടത്തെ ടൈം ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷനാക്കിയ ഒരു ടൈം ഇട്ടിക്കറി ഈ തബൂക്ക് ചൊല്ലുറെ ആ യുദ്ധത്തെ വിഷയത്തിൽ അല്ലാഹു ചൊല്ലുറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് ഭർത്താവുക വേണ്ടിയിട്ട് ഏലാനാക്കിത്ത്, അനൗൺസ് ആക്കിത്ത്. സാധാരണ ഏതൊരു യുദ്ധത്തിന് പോകുമ്പോഴത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയോ ഇല്ല ಅಂತ യുദ്ധത്തിന് പോകണ്ട ഇന്ന ಜಾಗಕ್ಕೆ പോകണ്ടേ ಅಂತ ചൊന്നോ ಇಲ್ಲ ಅಂತ. അത് യുദ്ധത്തെ ഒരു തന്ത്ര ഇട്ടിന്തല്ല. ಇದಕ್ಕೆ ಮೊದಲು മദീനത്തിൽ മുനാഫിക്കുമാരിന്നപ്പ അതേപോലെ യഹൂദിമാരിന്നപ്പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയോ ಇಂತ എവിടേക്ക് പോണ്ടേ ചൊന്തു ഫസ്റ്റിಗೆ ചൊല്ലില്ല. മദീന ബുട്ടു ടൈൽ പിന്നെ ഇട്ടിക്കറ് സഹാബി ചൊല്ലെ ഞങ്ങൾ ഇന്ന ಜಾಗಕ್ಕೆ പോണ്ടേ ಅಂತ. ಮಾತ್ರ ತಬೂಕ್ ಯುದ್ಧಕ್ಕೆ ಬರ್ತಾವ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಫಸ್ಟಿಗೆ ಚೊಂತು ಅಂದ್ರೆ ನಂಗೆ ತಬೂಕ್ಗೆ ಇಟ್ಟಿಕ್ಕರು ಪೋಂಡೆ ಚೊಂತು ಫಸ್ಟಿಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಏಲಾನ್ ಹಾಕಿತ್ತು. അങ്ങനെ എല്ലാവരും ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി റെഡി ആവിടാറ്. മാത്രമാ ഏലാൻ ആക്കിയിട്ട് അപ്പമേ ഭർത്തായല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 നാല് സഹാബികൾക്ക് ടൈം കൊടുത്തു. എന്തിന് ಅದಕ್ಕೆ വേണ്ടിയിട്ട് റെഡി ആവുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും അതേപോലെ ആയുധമെല്ലാം റെഡിയാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഏകദേശം 10 നാല്, അത് എത്ര നാല് ചൊല്ലുന്നത് കൃത്യമായിട്ട് ചരിത്രത്തിൽ വന്നില്ല. അതിന് കുറെ ഉലമാക്കന്മാർ ചൊല്ലാറ് ഏലാൻ ആക്കിയിട്ട് ഒരു 10 നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവുള്ളൂ അങ്ങ് ടൈം കൊടുക്കും റെഡി ആവുക. അപ്പോഴത്തേക്ക് കാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സംഭവം നടക്കരെ അല്ലെ. കാബ് ഇബ്നു മാലിക് സംഭവ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായി മനസ്സിലാക്കാനായി ഒരു സംഭവം ഇട്ടിക്കർ. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. കാബ് ഇബ്നു മാലിക് ആ തബൂക്ക് പോവാണ്ട് തെച്ചതും അതിൽ പിന്നെ കാബ് ഇബ്നു മാലിക് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് പണ്ടതുമല്ല നമുക്ക് ചരിത്രത്തിൽ കാണു സാധ്യത ഒന്നിട്ടിക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താക്കി തിന്ത് എല്ലാവരോട്ടിಗೆ റെഡി ആവുക ചൊന്തിന്ത്. അങ്ങനെ ആ റെഡി ആവുന്ന ഒരു ഭാഗം ഇട്ടിക്കറ് സാമ്പത്തികമായിട്ടുള്ള എന്താവണം റെഡിമാവണം അല്ലെ. സമ്പത്ത് യുദ്ധത്ത് കാലി യുദ്ധ ആയുധം മാത്രമല്ല, ಅದಕ್ಕೆ ಬೇನ್ಮೇಟುള്ള സമ്പത്തും എന്താവണം വേണം. ಒಂಟೆ കുതിര അതേപോലെ പോകുമ്പോഴത്തേക്കുള്ള ഫുഡു ഇതെല്ലാം വേണം. ഏതൊരു ഇസ്ലാമിൽ ഏതൊരു കാര്യത്തും സമ്പത്ത് ചൊല്ലുന്നത് അതൊരു അടിസ്ഥാന കാര്യമായിട്ടിക്കറ്. ഞങ്ങിപ്പോ ഒരു ദാവത്ത് ഇല്ലുമ്പോ കാലി ഇൽമിന്ന ആലിമിന്ന മാത്രമല്ല, ಅದಕ್ಕೆ വേണ്ടിട്ടുള്ള സമ്പത്തും വേണം. അപ്പൊ സമ്പത്തും ഞങ്ങൾ എന്താക്കണം ചെലവാക്കാനായിട്ട് ബണ്ട്. അപ്പൊ അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് സമ്പത്ത് ചെലവാക്കുക വേണ്ടിട്ട് എന്താക്കിത്ത് സഹാബിരങ്ങളൊട്ടിಗೆ സ്വതക്കാക്കുക ചൊന്തു. അങ്ങനെ സഹാബിരങ്ങ ആ ഒരു സന്ദർഭത്തില് ചൊമ്മനംത്തില് എന്താക്കിയാറ് സ്വതക്കാക്കിയാറ്. അതില് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അയാളുടെ സ്വതക്ക ഞങ്ങൾ എടുത്തു ചൊല്ലനായ ഒരു സ്വതക്ക ഇട്ടിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഒരു ടൈമില് ഫസ്റ്റ് 200 വണ്ട ഇട്ടിക്കറ് ദാനാക്കറ്. 200 വണ്ട സ്വതക്കാക്കറ്. പിന്നെ 200 ഊക്കിയ ചൊന്നി എത്രമാ ദിർഹം ಬಂಗಾರ ಎಂದ್ರೆ ನಾಣಯ ಅದೇ ಟಿಕ್ಕರು ದಾನ ಹಾಕ್ರಿ. ಪಿನ್ನಂ 100 ಗಂಟೆ ವಾಪಸ್ ದಾನ ಹಾಕ್ರಿ. ಪಿನ್ನಂ ಉಸ್ಮಾನ್ ಇಬ್ನ್ ಅಫ್ಫಾನ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು 1000 ದೀನಾರು ಕೊಮಂತು ನಬಿ ಸല്ലಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಡಿಗೆ ಕೊಮಂತು ചൊരിക്കിയത്. നോക്കൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്രത്തോളം വലിയ സദക്കാക്കി ഇന്ന് ആലോചിച്ചൊന്ന് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത.
ദാനാക്കി ആക്കി പിന്നും പിന്നും ദാനാക്കൃതി തിക്കിർക്കാണ്ട് അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു 1000 ദീനാർ കൊമന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടി നബിയെ തെച്ചിട്ടിക്കറ് നബിരെ മടിക്ക് കൊമന്ത് ചൊരക്കിയത്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖല്ലിബുഹാ വയഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനാർ ഇങ്ങനെ പിടിച്ചിട്ട് അതിലിങ്ങനെ മറിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇപ്പൊ കാസിലിങ്ങനെ ഇത് നാണയ കിട്ടുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ മറിക്കാറ്. അപ്പൊ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതിൽ മറിച്ചിട്ട് ചൊല്ലുവർ പൽക്കൊണ്ട് എന്തിരെ മാ ദർറ ഉസ്മാന മാ അമില ബഅദൽ യൗം ഇന്ദിൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യന്ത്രാക്കിങ്ങും ആ ಅದರ ಉಪದ್ರವ ಉಸ್ಮಾನ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ತಟ್ಟುಕೊಂಡಿಲ್ಲ. ಚೊಂದಿಗೆ ಎಂದ್ರ ತಪ್ಪಾಕಿಂಗು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാഫാക്കി കൊടുക്കറ ചൊന്തേ തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിഷയത്തില് ചൊല്றது നമുക്ക് കാണാൻ സാധ്യവരെ. ഇനി എന്തിരാക്കിയും ഉസ്മാൻ റളിയല്ലാഹു എന്തൊരു തപ്പാക്കിയെങ്കും അല്ലാഹു സുബ്ഹാനഹു ವ തആല അത് മാഫാക്കി കൊടുക്ക. ആ ഒരു തപ്പുരെ ഷർറ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാധിക്കില്ല ചൊന്തേ തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതേപോലെ ഇമാം അസ്സുഹരി റഹിമഹുല്ല അയാൾ ചൊല്ലുറെ മുസ്ലിം സൈന്യத்துக்கு ഉസ്മാൻ റളിയല്ലാഹു അൻഹു 140 ಒಂಟೆ ದಾನ ಹಾಕಿತ್ತು, 60 ಕುದುರೆ എന്താക്കിತ್ತು ದಾನ ಹಾಕಿತ್ತು തിക്കറ് ഇമാം സുഹരി റഹിമഹുല്ല ചൊല്ലു. അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അയാളും എന്താക്കറ് അയാളുടെ സമ്പത്തിൽ നിന്ന് ഭയങ്കര ದಾನ ಹಾಕರು. 100 ഊക്കിയ ಬೆಳ್ಳಿ ನಾಣ್ಯ കൊമന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. അതേ ടൈമിൽ തിക്കറ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവൊട്ടിಗೆ കോമ്പറ്റീഷൻ കളിക്കരെ. ഈ ഒരു സംഭവ ഞങ്ങളെല്ലാവരും കേട്ടതായ ഒരു സംഭവം ഇട്ടിക്കറല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൂച്ചൊന്നപ്പ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവൊട്ടിಗೆ കോമ്പറ്റീഷൻ കളിക്കരുത് നമുക്ക് ഹദീസിൽ കാണും. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുറെ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ സ്വതക്കാക്കു ചൊന്തു ഞങ്ങളൊട്ടിಗೆ ഫവാഫഖ ദാലിക മാലൻ ഇൻദി ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലേ അണ്ട് നന്നൊട്ടിಗೆ സമ്പത്തിന്ത് ನನ್ನ കയ്യിൽ കാസിന്ത്. ഫഖുൽതു അപ്പ ನಾನು മനസ്സിൽ ചൊന്നെ അൽയൗമ അസ്ബിഖു അബൂബക്കറിൻ ഇൻ സബഖ്തഹു യൗമൻ ಇಂದು എന്തായെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നാ സോപാട്രെ ചൊന്നെ ದಾಣಾಕಿತ್ತು സ്വതക്കാക്കിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണി ಯಾರ സ്വതക്കാക്കിട്ട് എന്തായെങ്കിലും ನಾನು അബൂബക്കർ റളിയല്ലാഹു അൻഹു സോപാട്രെ ചൊന്തു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ബിയർക്കിരി. അങ്ങനെ ഫജിഅ്തു ബിനിസ്ഫി മാലി ನಾನು എൻ്റെ സമ്പത്തിലെ പാതി ഭാഗ കൊമന്നെ ഉമർ റളിയല്ലാഹു അൻഹു പാതി ഭാഗ സമ്പത്തിലെ ನಾನು കൊമന്ത് കൊടുത്തെ. അങ്ങനെ എല്ലാവരും അകലകലെ സമ്പത്ത് കൊമന്നപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയ്യിൽ കൊറിയ സമ്പത്തിന്ത് അത് കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ബിയർക്കിരി ನಾನು ಈ ತಿಕ್ರೆ ಯಾರ ಕೊಡ್ತೀರೇನು. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാട്ടുണിന്ത് 6 ಯಾರ കൊമന്നരെ ചൊല്ലത് നബിക്ക് കാട്ടുണിന്ത്. അത് കേട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങ എത്ര കൊമന്നറാറുണ്ടല്ല ക്വസ്റ്റ്യൻ കേക്കറെ നിങ്ങ എന്ത്ര ഔത്തുలు ബാക്കി വെച്ചിറാറുണ്ട് തിക്രെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബികളോട് കേക്കറെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറെ മാ അബ്ഖൈത ലി അഹ്ലിക് നിന്റെ കുടുംബത്തിക്ക് നീ എന്ത്ര ബാക്കി വെച്ച് വന്നെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മിസ്ലഹു പാതി ഭാഗ കുടുംബത്തിക്കും പാതി ഭാഗം നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനാക്കിയ എല്ലാം കൊമന്നെ. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു കേക്കറ് മാ അബ്ഖൈത ലി അഹ്ലിക് നിന്റെ കുടുംബത്തിന് നീ എന്ത്ര ബാക്കിയാക്കി വന്നെ എന്ത്ര നീ ബാക്കി വെച്ച് വന്നെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലേ അബ്ഖൈതു ലഹുമുല്ലാഹു വ റസൂലുഹു ഞാൻ അല്ലാഹും അവന്റെ റസൂലിനെ മാത്രം ബാക്കിയാക്കി വേറെല്ലാം കൊന്നെ ചൊന്തേറ്റിക്കറ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുறது നമുക്ക് കാണാൻ സാധ്യം. അതേ ടിക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുറെ ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദ നിന്റെ സോപ്പാട്ടുకు നന്റെ കൊണ്ട് സാധ്യമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അതേ ടിക്കർ സഹാബിരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതേ ടിക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാത്തിലും എതിരുന്ന ഒരാൾ അയാളുടെ സോപ്പാട്ടുക ഒരാളും സാധിച്ചോ ഇല്ല അമലാക്കിற വിഷയത്തിൽ അമൽ സ്വാലിഹാത്താക്കിற വിഷയത്തിൽ അല്ലേ എല്ലാ ടൈമിലും എതിർലിന്ന ഒരാളായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചൊന്നറ അത് ഒന്നും ബാക്കിയാക്കാണ്ട് എല്ലാം ജീവനത്തിൽ കൊമന്ന ഒരാളായിട്ടിക്കറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതല്ലേ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊട്ടിಗೆ തെച്ചിട്ടിക്കുമ്പോൾ കേക്കറെ ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ നോമ്പിടിച്ചങ്ങാറ് ഒരാളെഞ്ച് നിക്കറ്. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചങ്ങാറ് ഒരാളെഞ്ച് നിക്കറ്. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ജനാസര പെരുൾ പോയങ്ങാറ് ഒരാളെഞ്ച് നിക്കറ്. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ജനാസ നിസ്കരിച്ചങ്ങാറ് ഒരാളെഞ്ച് നിക്കറ്. അതെല്ലാം എഞ്ചി നിണ്ടാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു കാര്യം പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ആക്കാന്റെ ബാക്കി വെച്ചിട്ടില്ല. അതേ ടിക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾക്ക് 8 സ്വർഗത്തെ 8 വായിലും തുറക്കപ്പെട്ടിട്ടുണ്ട് ടിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ചൊന്നത്. ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കോമ്പറ്റീഷൻ കളിക്കോ പോയിട്ട് ഉമർ റളിയല്ലാഹു ചൊല്ലറേ നിങ്ങളെ സോപ്പാട്ട് നണ്ടുകൊണ്ട് സാധ്യല്ല. അതേ ടിക്കർ സഹാബികളുടെ അവസ്ഥ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കറങ്ങ, കോമ്പറ്റീഷൻ കളിക്കറങ്ങ, ഈ സ്വർഗത്തിക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കളിക്കട്ടുണ്ട് ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ്. ഞങ്ങൾ എന്തിർത്ത് കോമ്പറ്റീഷൻ കളിച്ചോളൂ, ഞങ്ങൾ ദുനിയാവുടെ പേരോലെ ദുനിയാവുരെ നേടിയെടുക്കുക, അതിലെ പേരോലെ ഓർഡറല്ലാണ്ട് നിസ്കാരത്തെ വിഷയത്തിലാവട്ടു, സ്വതക്കാക്കിற വിഷയത്തിലാവട്ടു, അല്ലെങ്കിൽ ദീന്റെ ഹിദ്മത്ത് എടുക്കുന്ന വിഷയത്തിലാവട്ടെ എത്രത്തോളം ഞങ്ങൾ കോമ്പറ്റീഷൻ കളിച്ചോല്ല ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചനാക്കുന്ന ഒരു വിഷയത്തിക്ക് ഏതായെങ്കിലും ഇതേ ടിക്കർ ഈ ഒരു സംഭവ തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ നടന്നതായ ഒരു സംഭവത്തിക്ക് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിക്ക്. അങ്ങനെ ചൊമ്മ സ്വഹാബിമാർ അങ്കങ്കാവുറത്തിൽ അങ്ങെന്താക്കിയാർ സ്വതക്കാക്കിയാർ. അബ്ബാസ് റളിയല്ലാഹുവിനു ചൊമ്മ സമ്പത്ത് കുമന്നു കൊടുത്തു. തൊൽഹാ റളിയല്ലാഹുവിനു, സഅദ് ഇബ്നു ഉബാദ, അതേപോലെ മുഹമ്മദ് ഇബ്നു മസ്ലമ, ഇങ്ങനെ എല്ലാവരും അങ്ങലക്ക് താക്കത്തുള്ളത്രങ്ങ കൊമന്ത് കൊടുത്താർ. സമ്പത്തില്ലാത്തങ്ങ ഔത്തുലുള്ളേ എന്തുണ്ട ഈത്ത പല അതേപോലെ കാറയ്ക്ക, ഡ്രസ്സ്, മുണ്ടു ഇതെല്ലാം അങ്കാവുറത്ര എന്താക്കിയാറ് കൊമന്നു കൊടുത്താർ. ഇത് കണ്ടിട്ടേറ്റിക്കർ മുനാഫിക്കായ ആൾമാർ തമാശാക്കു സ്റ്റാർട്ടാക്കി. മുനാഫിക്കായ ആൾമാർ അങ്ങെന്താക്കിയാറ് തമാശാക്കു സ്റ്റാർട്ടാക്കിയാർ. അതായത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനോട് പോലത്തെ ഉസ്മാൻ റളിയല്ലാഹുവിനോട് പോലത്തെ അങ്ങ ചൊമ്മ സമ്പത്തല്ല അങ്ങ് ദാനാക്കിയപ്പ അങ്ങ് ചൊന്ന് എനിക്ക് പിറാന്ത് ഇങ്ങ് ഇത്രല്ല നയിച്ചിട്ട് ഇത്രല്ല ആക്കിയിട്ട് ലാസ്റ്റ് എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കും, ഇതെന്തൊരു വിഷയ ചൊന്തൈറ്റിക്കർ അങ്ങ് ചൊന്നി. എന്തുമില്ലാത്തങ്ങ തെല്ലു കൊമന്ന് കൊടുത്തങ്ങ സഹാബിരങ്ങ അങ്ങനെ നോക്കിയിട്ട് അങ്ങ് ചൊന്നെന്തരെ ഈ തെല്ലില് അള്ളാഹു എന്തൊരു കിട്ടുകൊണ്ട് ഈ തെല്ലിൽ എന്തൊരാക്കുകൊണ്ടു അങ്ങനെ ഇറ്റിക്കർ അങ്ങ് തമാസാക്കി. ആ വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബരെ 79ാമത്തെ ആയത്തിൽ ചൊല്ലറ് എന്തരെ അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ് സദഖാത്ത്, മുഅ്മിനായ ആൾമാർ സ്വന്ത എതിർബന്ത് അങ്ങ് സ്വതക്കാക്കിയപ്പ അങ്ങനെ തമാസാക്കിയ ഒരു വിഭാഗം ആൾമാരുള്ളാർ. വല്ലദീന ലാ യജ്ദൂന ഇല്ലാ ജുഹദഹും, അങ്ങ് അധ്വാനാക്കിയിട്ട് അങ്ങ് സ്വതക്കാക്കിയപ്പ ഫയസ്ഖറൂന മിൻഹും, മുനാഫിക്കായ ആൾമാർ അങ്ങനെ നോക്കിയിട്ട് പരിഹസിച്ചാർ. സഖിറല്ലാഹു മിൻഹും, അല്ലാഹു അങ്ങനെ ഇറ്റിക്കർ തമാസാക്രി. വലഹും അദാബുൻ അലീം, അങ്ക് കഠിനമായിട്ടുള്ള ശിക്ഷ ഉണ്ട് ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ സൂറത്തു തൗബയിൽ ചൊല്ലறது നമുക്ക് കാണാൻ സാധ്യം. അത് മാത്രമല്ല മുനാഫിക്മാർ അങ്ങ് യുദ്ധത്തിന് പിറകും റെഡി ആയിട്ടില്ല. അങ്ങെന്താക്കിന്നാർ ഓരോ കാരണ ചൊന്തു പെറൂജാറിയോ എന്നാർ. അതിൽ ഒരാൾ ചൊന്ന കാരണം എന്തേ ആറ് ജദ്ദിബുനു കൈവസ്, അത് അയാൾ ഒരു മുനാഫിക്കായിട്ട് അയാൾ ചൊന്ന കാരണം എന്തേ ഞാൻ യുദ്ധത്തിന് വന്നെങ്ക അവിടെ റോമറങ്ങളെ ആ ബെൽത്തങ്ങളെ പെണിങ്ങളെ നോക്കി ആ ഫിത്തനത്ത് പോയി വീಳ್ರೆ അങ്ങനെ ಹೆಸರು ನಾ ಬಂದಿಲ್ಲ ನಕ್ಕ ನಿಂಗ ಎದುರು ತರನು ನಕ್ಕ ನಿಂಗ ಎಕ್ಸ್ಕ್ಯೂಸ್ ತರನು ಅಂತ ಇತ್ತಿಕ್ರ ಅಯಾಲ್ ಚೊಂದೆ ಕಾರಣ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്ത എന്തേ ഒരു കാരണ ചൊന്തു ನಾನು ಬಂದಿಲ್ಲ ಚೊಂತು ಎದುರು ತರನು ಎಕ್ಸ್ಕ್ಯೂಸ್ ತರನು കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിತ್ತು എല്ലാവർക്കും എದುರು കടത്തോ ಇಂದು ಬಂಡಂಗ ಬರಂಡ. അപ്പൊ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്തിന്ത് അങ്ങനെ എല്ലാവരും വിട്ടുകൊടുത്തോ ಇಂದು. ആ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബരെ 42ാമത്തെ ആയത്തിൽ പിടിച്ചിട്ട് 48ാമത്തെ ആയത്ത് തോലു അങ്ങനെ വിഷയം അവിടെ പൽക്ക ಬರ್ರಿ. അതിൽ 48ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലറെ വമിൻഹും മൻ യഖൂലു ഉസല്ലി വലാ തഫ്തിന്നി. ആ മുനാഫിക്കായ ആൾമാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾമാർ ഇങ്ങനെ ഇന്നാർ എങ്ങനെ നങ്ങൾക്ക് എക്സ്ക്യൂസ് തരൂ നബിയെ, നങ്ങൾക്ക് യുദ്ധത്തിക്ക് ബറാണ്ടിക്കു എന്തേ ഒരു എക്സ്ക്യൂസ് തരൂ, ഞങ്ങൾ ഫിത്തനത്തിക്ക് മൂന്ന് പോണ്ട. ആ പെടികളെ നോക്കിയെങ്കിൽ ഞങ്ങൾ ഫിത്തനത്ത് മൂന്ന് പോണ്ട. അല്ലാഹു ചൊല്ലി അലാ ഫിൽ ഫിത്നതി സഖത, അങ്ങ അല്ലെങ്കിൽ ഒരു ഫിത്നത്തിക്ക് മൂന്നങ്ങ. വ ഇന്ന ജഹന്നമ ലമുഹീതതുൻ ബിൽ കാഫിരീൻ, കാഫിറായ ആൾമാർക്ക് നരക ഉറപ്പയിര് നരക അങ്ക് റൗണ്ടപ്പ് ആയിരിച്ചു ಅಂತ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലறது നമുക്ക് കാണാൻ സാധ്യമാവും. അതേപോലെ മുനാഫിക്മാർ ലീഡർ ആയിത്തിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അയാളും എന്താക്കിയിട്ടില്ല തബൂക്ക് യുദ്ധത്തിക്ക് ಬಂತಿಲ್ಲ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബരങ്ങ തബൂക്ക് യുദ്ധത്തെ റിട്ടേൺ ಬಂದಿൽ പിന്നെ മരണപ്പെടുற ഒരാളായിട്ടിക്കർ. ആ മരണപ്പെടുற സന്ദർഭ ആ ഒരു സംഭവം എല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. ഏതായെങ്കിലും അപ്പൊ തബൂക്ക് യുദ്ധത്തെ സന്ദർഭ ഇതേ ಟಿಕ್ಕರ್ അങ്ങെല്ലാവരും മുസ്ലിം സൈന്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ಹಾಕಿಟ್ಟು ಪರ್ತವರ ಸಂದರ್ಭ. ആ സന്ദർഭത്തിൽ ಟಿಕ್ಕರ್ മുനാഫിക്കുമാർ മദീനത്തെ പർത്ത് ഒരു പുതിയ പള്ളി നിർമ്മാണാക്കർ, പുതിയ ഒരു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ദിറാർ ಟಿಕ್ಕರ್.
ആ മസ്ജിദുൽ ലിറാറിഗ് ಬಂತು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കണം ചൊಂತ അങ്ങന്താക്കിയാറ് ആവശ്യപ്പെട്ടാർ. നബി ഓക്കെ നാ നിസ്കരിക്കോ ബണ്ടാണ്ട് ചൊಂತು. മാത്രം ഈ യുദ്ധത്തെ കാരണത്തിൽ യുദ്ധ ഇങ്ങനെ ബിസിയാവുന്ന കാരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കുകയിട്ടില്ല, നിസ്കരിക്കുകയിട്ടില്ല. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ആ യുദ്ധത്തെ ബന്നേൽ പിന്നെ ಬಂತು നിസ്കരിക്കണേ. മാത്രം യുദ്ധത്തെ ബന്നേൽ പിന്നെ ആ പല്ലിരെ വടിച്ചുകൂടുകയിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനിന്നെ അങ്ങനെ ആ മസ്ജിദുൽ ലിറാറിനെ വടിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ആക്കുന്നതും നമുക്കത് ചരിത്രത്തിൽ കാണുക സാധ്യ അവർ ഒന്നായിട്ടിക്കർ. അപ്പൊ ഇത് അതിന്റെ ഡീറ്റെയിൽ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. ഏതായെങ്കിലും തബൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങ പർത്തായതും അതിൽ പിന്നെ തബൂക്ക് യുദ്ധത്തിൽ അവിടെ എന്തെല്ലാം നടക്കരു ചൊല്ലതും തബൂക്ക് യുദ്ധത്തിൽ പിന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ സംഭവമല്ല ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.